ഹായ് ഫ്രണ്ട്സ്, Malayalis ഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 9 Pro മാക്സിൻ്റെ അൺബോക്സിംഗ് ആണ്. റെഡ്മി 9 Pro മാക്സിൻ്റെ. അപ്പോൾ ഈ ഫോൺ ഞാൻ കുറേ കാലമായി ഗൈസ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. കുറേ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ 9 Pro മാക്സ് ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ 8 Pro എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 8 പ്രോന് പിന്നെ ക്യാമറ കുറച്ച് കുറവാണ്, അതുപോലെ തന്നെ സാർ വാല്യൂ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാനിങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഷോപ്പിൽ നിന്ന് വേഗം കോൾ വന്ന് 9 Pro മാക്സ് ലാസ്റ്റ് പീസ് ഉണ്ട്, നിങ്ങൾ വരികയാണെങ്കിൽ വേഗം വരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് സാധനം എടുത്തിട്ട് വന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫോണിലായിരിക്കും. വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഈ ഫോണിലാണ് ചെയ്യുക. അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ക്യാമറ റിവ്യൂ, അതേപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ള 64 MP അൾസ്ക്വാഡ് ക്യാമറയാണ്. നമ്മുടെ നോട്ട് 8 Pro ഉള്ള ക്യാമറ തന്നെയാണ്, പക്ഷേ മാക്രോ ലെൻസ് കുറച്ച് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മൾ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 720G ആണ്. അത് നമ്മളെ സെയിം പ്രൊസസ്സറാണ് 9 പ്രോൻ്റെ, റെഡ്മി 9 പ്രോൻ്റെ സെയിം ആയിട്ടുള്ള പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്നുണ്ട്, കുറച്ച് വലിയ ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആകുന്നുണ്ട്, 33 വോൾട്ട്, 5220 mAh ബാറ്ററിയാണ്. അപ്പോൾ കുറച്ച് ലൈഫുള്ള ബാറ്ററിയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബ്ലൂ കളറാണ്. ബ്ലാക്ക് എടുക്കണം എന്നായിരുന്നു, പക്ഷേ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം സാധനം മേടിച്ച്. പിന്നെ 6GB RAM 64 വേരിയൻ്റ് അടുത്ത്. എനിക്ക് ബ്ലാക്ക് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ 128 എടുക്കണമെന്നും ആയിരുന്നു, പക്ഷേ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം ആലോചിച്ചില്ല, വേഗം സാധനം എടുത്തിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറയില്ല. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് മാത്രമാണ്. കുറച്ച് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ആക്ഷൻ ക്യാമറയിൽ എടുത്തതാണ്. ഇനി മുതൽ ഒരു വീഡിയോയും കൂടി ഞാൻ ആക്ഷൻ ക്യാമറയിൽ എടുക്കും, നമ്മുടെ റിവ്യൂ ഇടാനും കൂടി. പിന്നെ അതിന് ശേഷം ഞാൻ മൊത്തം വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ക്യാമറ തന്നെയായിരിക്കും ഇതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മളെ റെഡ്മി നോട്ട് 9 Pro മാക്സ്. നല്ല ഫോണാണ്, ബഡ്ജറ്റ് കിങ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു 20,000 താഴെ നിങ്ങൾ ഫോണ് എടുക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ബഡ്ജറ്റ് കിങ് ആണ്. തീർച്ചയായിട്ടും ഈ ഫോൺ ഞാൻ സെലക്ട് ചെയ്യുന്നേ പറയുന്നുള്ളൂ. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും റിവ്യൂ ഇടുന്നതാണ് യൂസ് ചെയ്തിട്ട്, കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ ബോക്സിലൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു ഗൈസ് ഫോൺ, കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ തന്നെയാണ് ഫോണ്. ഇതൊന്ന് നമുക്ക് മാറ്റിയേക്കാം. ഇനി ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഒരു കവറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാക്ക് കവറ്. ട്രാൻസ്പെറൻറ്റ് കവറാണ്, നല്ല ക്വാളിറ്റി ഉള്ള കവറാണ്, നല്ല കവർ തന്നെയാണ്. അത്യാവശ്യം കുറച്ച് തിക്കാണ് കവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഒരു പേപ്പർ ഉണ്ട് ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ ഒരു ഗൈഡ് ഉണ്ട്. ഗൈഡ് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റെഡ്മി 9 Pro മാക്സിൻ്റെ ഗൈഡാണ്. ഇതിന് കിക്ക് ഗൈഡും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ ഗൈഡേ ഉള്ളൂ നോർമലായിട്ട്. നമ്മൾ റിയൽമി അൺബോക്സ് ചെയ്ത സമയത്ത് 2 ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കിട്ടുന്നത് നല്ല 33 വോൾട്ടിന് നല്ല പവർഫുൾ ആയുള്ള അഡാപ്റ്ററാണ്. അത് കിട്ടുന്നില്ല ഗൈസ്, ഭയങ്കര ടൈറ്റാണ്. ടൈറ്റ്ലി പാക്ഡാണ്. അത് നമുക്ക് നോക്കാം. കേബിളൊന്ന് നമുക്ക് നോക്കാം. കേബിള് നോക്കട്ടെ, സി പോർട്ടാണോ അറിയില്ല. സി പോർട്ട് തന്നെയാണ് ഗൈസ് വരുന്നത്. ഇത് അങ്ങക്ക് ഇവിടെ കാണാം, സി പോർട്ടാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല തിക്നെസ് ഉള്ള വയർ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് നാശമായി പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് അഡാപ്റ്റർ ഒന്ന് നോക്കാം ഗൈസ്. കിട്ടുന്നില്ല. അതാ കിട്ടി ഗൈസ്. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അഡാപ്റ്റർ തന്നെയാണ്.
33 വോൾട്ടാണ്, ഫാസ്റ്റ് ചാർജിങ്, നല്ല പവർഫുൾ അഡാപ്റ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് നോക്കാം, ഇതിൻ്റെ ഉള്ളിലുള്ള ഫോണ്. നല്ല അഡാപ്റ്ററിനാണ്. ഇത് 33 വോൾട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ബ്ലറാവും. ആക്ഷൻ ക്യാമറ അതിൻ്റെ ചെറിയ ബ്ലറിങ് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഒരു ഇജക്റ്റിംഗ് പിന്നും ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫോണ്. നമ്മുടെ ഫോണ് നല്ല പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫോണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കവറിൽ നിന്ന് എടുത്ത് നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ തന്നെയാണ്. 6.67 എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ഡിസ്പ്ലേ. പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല ഫോൺ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഗൈസ്, ഞാൻ ഈ ഫോൺ സെലക്ട് ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സാർ വാല്യൂ. അപ്പോൾ ഈ ഫോണിൻ്റെ സാർ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലോ ആണ്. അത് റേഡിയേഷൻ വളരെ കുറഞ്ഞ ഫോണാണ്. പിന്നെ ഇത് അവിടെ നിങ്ങൾക്ക് സി പോർട്ട്, പിന്നെ ഹെഡ്ഫോൺ ജാക്ക്, ഒരു സ്പീക്കർ, പിന്നെ നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കളറാണ്. പക്ഷേ എനിക്ക് ബ്ലാക്ക് ആയിരുന്നു കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഞാൻ അധികം നോക്കിയില്ല. നല്ല ഫിനിഷിങ് ഒക്കെ ഉണ്ട് ഗൈസ് സൈഡിലൊക്കെ. പിന്നെ മുകളിൽ 2 മൈക്ക് ഉണ്ട്. പിന്നെ ഇവിടെ പഞ്ച്വൽ ക്യാമറയാണ് വരുന്നത്, ഇൻ ഡിസ്പ്ലേ ക്യാമറ. ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്യാമറ സെറ്റപ്പ് നല്ല സെറ്റപ്പാണ്. ക്യാമറ റിവ്യൂസൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതാണ്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് 2 നാനോ സിമ്മും അതേപോലെ തന്നെ മൈക്രോ SD കാർഡും ഇടാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ എന്ന് പറയുന്നത് ഹെഡിൽ നോക്കുകയാണെങ്കിൽ പോയിൻ്റ് സംതിങ് വരുന്നുള്ളൂ. 0.8 ആണെന്ന് തോന്നുന്നു ഗൈസ്, നോക്കട്ടെ. 0.8 സംതിങ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ 0.7 ആണ് വരുന്നത്. അപ്പോൾ നല്ല റേഡിയേഷൻ കുറഞ്ഞൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഫോൺ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഒന്ന്, നിങ്ങൾക്കറിയാം നല്ല ബാറ്ററി, രണ്ടാമത് നല്ല ക്യാമറ, മൂന്നാമത് സാർ വാല്യൂ. ഇത് 3 നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഫോൺ എടുത്തത്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ പവർ ബട്ടൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയല്ലോ, അൺബോക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഇടുന്നതാണ്. അതേപോലെ തന്നെ 1 മന്ത് കഴിഞ്ഞിട്ട് യൂസിങ് എങ്ങനെ ഉണ്ട് എന്ന് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇനിയും കൂടുതൽ ഫോൺസിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ.